നിങ്ങളൊരു പ്രൊഫഷണൽ ട്രേഡറെ പോലെ പെരുമാറുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന പകുതി ട്രേഡുകളും ലോസ് ആയാൽ പോലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതെങ്ങനെ ശരിയാവും. കാരണം നമ്മളിൽ ഭൂരിഭാഗം പേരും ഒരു ട്രേഡിംഗ് തുടങ്ങുമ്പോൾ മുതൽ കേൾക്കുന്നത് ഓരോ ട്രേഡും വിജയിപ്പിക്കണം എന്നതാണ്. അതിനായിട്ട് നമ്മൾ ചാർട്ടുകൾ പഠിക്കും, പലതരം ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിക്കും, വരുന്ന ന്യൂസ് എല്ലാം ശ്രദ്ധിക്കും. എന്നിട്ടും എടുത്ത ട്രേഡുകളിൽ പകുതിയും നഷ്ടമാകുമ്പോൾ നമുക്ക് നിരാശ തോന്നും. ട്രേഡിംഗ് നമുക്ക് പറ്റിയ പണിയല്ല, ഇതൊരു തരം ഗാംബ്ലിംഗ് ആണ് എന്നൊക്കെയാണ് ചിന്തിച്ചു തുടങ്ങുക. പക്ഷെ പ്രൊഫഷണൽ ട്രേഡർമാരുടെ ലോകം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അവരെടുക്കുന്ന ട്രേഡുകളിൽ 50% അതിൽ കൂടുതലോ നഷ്ടത്തിലായിരിക്കും. വർഷാവസാനം അവർ കോടികളുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യും. ഇത് വെറും ഒരു മാജിക് അല്ല, മറിച്ച് പക്ക മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ എന്താണ് ആ സീക്രട്ട്? എങ്ങനെ തുടർച്ചയായിട്ടുള്ള നഷ്ടങ്ങളിൽ നിന്ന് അവർ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു? ഈ വീഡിയോയിൽ പ്രൊഫഷണൽ ട്രേഡർമാർ ഉപയോഗിക്കുന്ന നിർണായകമായിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജി നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ട്രേഡിംഗിലേക്ക് വരുന്ന ഏതൊരാളും ആദ്യം തിരയുന്നത് ഒരു ഹോളി ഗ്രെയിൽ സിസ്റ്റത്തിന് വേണ്ടിയായിരുന്നു. അതായത് എടുക്കുന്ന എല്ലാ ട്രേഡുകളും വിജയിക്കുന്ന, അല്ലെങ്കിൽ 90% മുതൽ 100% വരെ പെർസെന്റേജ് വിൻ റേറ്റ് ഉള്ള ഒരു മാന്ത്രിക ഫോർമുല. അവർ കരുതുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ട്രേഡർമാർക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല എന്നാണ്. അവരുടെ എല്ലാ ട്രേഡുകളും പ്രോഫിറ്റിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ. എന്നാൽ സത്യം ഒരുപക്ഷെ നിങ്ങൾക്കൊരു ഷോക്ക് തന്നേക്കാം. ലോകത്തിലെ പല ടോപ്പ് പ്രൊഫഷണൽ ട്രേഡർമാരുടെയും വിൻ റേറ്റ് എന്നത് വെറും 40 മുതൽ 55% വരെയാണ്. അവർ എടുക്കുന്ന 10 ട്രേഡുകളിൽ 4 or 5 എണ്ണം മാത്രമേ പ്രോഫിറ്റിൽ അവസാനിക്കുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടുമുള്ള ചോദ്യം, എന്നിട്ടും എങ്ങനെയാണ് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്? ഇവിടെയാണ് നമ്മൾ ട്രേഡിങ്ങിനെ കുറിച്ച് നമ്മുടെ ബേസിക് ധാരണയെ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുള്ളത്. ട്രേഡിംഗ് എന്നത് ഓരോ ട്രേഡിലും വിജയിക്കുന്ന ഒരു കളിയല്ല, മറിച്ച് ഒരുപാട് ട്രേഡുകൾ ചേരുമ്പോൾ ഓവറോൾ പ്രോഫിറ്റിൽ എത്തുന്ന ഒരു ബിസിനസ് ആണ്. ഈ ഒരു ചിന്തയിലേക്ക് എത്തുന്ന നിമിഷം നിങ്ങളുടെ ട്രേഡിംഗ് കാഴ്ചപ്പാടുകൾ തന്നെ മാറും. അപ്പോൾ പ്രൊഫഷണലുകളുടെ ആ ഒരു സീക്രട്ട് വെപ്പൺ എന്താണ്? ആ രഹസ്യ ആയുധം പോസിറ്റീവ് എക്സ്പെക്ടൻസി. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം വളരെ സിമ്പിൾ ആണ്. പോസിറ്റീവ് എക്സ്പെക്ടൻസി എന്നാൽ ലോങ് ടൈമിൽ നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റം നിങ്ങൾക്ക് പ്രോഫിറ്റ് തരുമോ ഇല്ലയോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതിന്റെ ഫോർമുല ഇങ്ങനെയാണ്: വിൻ പ്രോബബിലിറ്റി ഇൻറ്റു ആവറേജ് പ്രോഫിറ്റ് മൈനസ് ലോസ് പ്രോബബിലിറ്റി ഇൻറ്റു ആവറേജ് ലോസ്. ഈ ഒരു ഫോർമുലയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം ആവറേജ് പ്രോഫിറ്റും ആവറേജ് ലോസും തമ്മിലുള്ള അനുപാതമാണ്. ഇതിനാണ് നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഒരു ട്രേഡിൽ നിങ്ങൾ 1000 രൂപ നഷ്ടപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ ആ ട്രേഡിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രോഫിറ്റ് എന്താണ് എന്നുള്ളതാണ്. റിസ്ക് റിവാർഡ്, നിങ്ങൾ 1000 രൂപ റിസ്ക് എടുത്ത് 1000 രൂപ പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അതിനെ 1:1 എന്ന് പറയും. 1000 രൂപ റിസ്ക് എടുത്ത് 2000 രൂപ പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ 1:2. അതുപോലെ തന്നെ 1000 രൂപ റിസ്ക് എടുത്ത് 3000 രൂപ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ 1:3 റിസ്ക് റിവാർഡ് എന്നും പറയും. പുതിയ ട്രേഡർമാർ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് ആണ് ചെറിയൊരു പ്രോഫിറ്റ് കാണുമ്പോൾ തന്നെ ഇതെങ്കിലും കിട്ടിയല്ലോ എന്ന് കരുതി ട്രേഡിംഗിൽ നിന്ന് പുറത്തിറങ്ങി വരിക. ഫലത്തിൽ അവരുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എപ്പോഴും 1:1 താഴെ ആയിരിക്കും. എന്നാൽ പ്രൊഫഷണലുകൾ കുറഞ്ഞത് 1:2 എങ്കിലും റിസ്ക് റിവാർഡ് ഇല്ലാത്ത ട്രേഡുകളിൽ സാധാരണയായിട്ട് എൻട്രി എടുക്കാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു റിസ്ക് റിവാർഡിനെ നമ്മൾ കാണുന്നത്? നിങ്ങൾ 1:1 റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ പ്രോഫിറ്റിലാകാൻ നിങ്ങളുടെ പകുതിയിലേറെ ട്രേഡുകളും, അതായത് 50% കൂടുതൽ ട്രേഡുകളും വിജയിക്കേണ്ടതുണ്ട്. എന്നാൽ 1:2 റേഷ്യോയിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വെറും 34% ട്രേഡുകൾ വിജയിച്ചാൽ മതി. അതായത് നഷ്ടമില്ലാത്ത അവസ്ഥയിലെത്താൻ വേണ്ടി 34% വിൻ റേറ്റ് ഉള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ കഴിയും. നിങ്ങളുടെ റേഷ്യോ 1:3 ആണെങ്കിൽ ഒരു 25% ട്രേഡുകൾ വിജയിച്ചാൽ പോലും നിങ്ങൾക്ക് ലോസ് ഉണ്ടാവില്ല. അപ്പൊ കാര്യം പിടികിട്ടിയോ? 100% വിൻ റേറ്റിന് പിന്നാലെ ഓടുന്നതിനേക്കാൾ എത്രയോ എളുപ്പവും പ്രാക്ടിക്കലുമാണ് നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ച് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കാം. അലക്സ് എന്നൊരു ട്രേഡർ, അദ്ദേഹത്തിന്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട്. ട്രേഡിംഗ് റൂൾസ് വളരെ സിമ്പിൾ ആണ്. ഓരോ ട്രേഡിലും 1% മാത്രമേ റിസ്ക് ചെയ്യുള്ളൂ, അതായത് 1000 രൂപ. റിവാർഡ് 1:2 റിസ്ക് റിവാർഡ് ഇല്ലാത്ത ഒരു ട്രേഡിലും എൻട്രി എടുക്കില്ല. അലക്സിന്റെ ട്രേഡിംഗ് സ്ട്രാറ്റജിയുടെ വിൻ റേറ്റ് 50% ആണ്. അതായത് എടുക്കുന്ന 10 ട്രേഡിൽ 5 എണ്ണം പ്രോഫിറ്റബിൾ ആകും. 1 തൊട്ട് 10 വരെയുള്ള ട്രേഡിംഗിലെ പ്രോഫിറ്റും ലോസുമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്കൊന്ന് കൂട്ടി നോക്കാം. ആകെ 5 ട്രേഡ് ലോസ് ആയിട്ടുണ്ട്. ടോട്ടൽ ലോസ് 5000 രൂപ. 5 ട്രേഡ് പ്രോഫിറ്റിലായിട്ടുണ്ട്. ടോട്ടൽ പ്രോഫിറ്റ് 10000 രൂപ. അപ്പോൾ 10 ട്രേഡുകൾക്ക് ശേഷമുള്ള അലക്സിന്റെ നെറ്റ് പ്രോഫിറ്റ് എന്നത് 5000 രൂപയാണ്. അപ്പോൾ പകുതി ട്രേഡ് നഷ്ടമായിട്ടും അലക്സ് അവസാനം 5000 രൂപ പ്രോഫിറ്റിലാണ് വന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും. തുടർച്ചയായിട്ട് 2 നഷ്ടങ്ങൾ വന്നപ്പോഴും പിന്നീട് 4ാമത്തെ 5ാമത്തെ ട്രേഡ് നഷ്ടമായപ്പോഴും അലക്സിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. തന്റെ സിസ്റ്റം ലോങ് ടൈമിൽ പ്രോഫിറ്റബിൾ ആണ് എന്ന് അയാൾക്ക് കണക്കുകളിൽ ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഉദാഹരണത്തിൽ ഓരോ ട്രേഡിലും എങ്ങനെയാണ് അലക്സ് കറക്റ്റ് ആയിട്ട് 1000 രൂപ മാത്രം റിസ്ക് ചെയ്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഇവിടെയാണ് നമ്മളെ പോലുള്ള റീറ്റെയിൽ ട്രേഡർമാർക്ക് ഏറ്റവും കൂടുതൽ തെറ്റ് പറ്റുന്നത്. എന്നാൽ പ്രൊഫഷണലുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം പൊസിഷൻ സൈസിംഗ് ആണ്.
പൊസിഷൻ സൈസിങ് എന്നാൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഡിസ്റ്റൻസ് അനുസരിച്ച് എത്ര ഷെയറുകൾ വാങ്ങണം എന്ന് കൃത്യമായിട്ട് തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിനൊരു സിമ്പിൾ ഫോർമുല ഉണ്ട്. വാങ്ങേണ്ട ഷെയറുകളുടെ എണ്ണം ഈസിക്കൽ ടു റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക ഡിവൈഡഡ് ബൈ എൻട്രി പ്രൈസും സ്റ്റോപ്പ് ലോസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. ഉദാഹരണം നോക്കാം. അലക്സിന്റെ അക്കൗണ്ട് സൈസ് 1 ലക്ഷം രൂപയും റിസ്ക് 1% ആണെങ്കിൽ അലക്സ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കിന്റെ വില 200 രൂപയാണ്. ചാർട്ട് നോക്കിയപ്പോൾ 190 രൂപയിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതാണ് സേഫ് എന്ന് തോന്നി. അപ്പൊ സ്റ്റോപ്പ് ലോസ് ദൂരം ഏതാണ്ട് 200 മൈനസ് 190, 10 രൂപയാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. ഈ ഒരു കണക്ക് നമ്മുടെ ഫോർമുലയിൽ ചേർത്താൽ വാങ്ങേണ്ട ഷെയറുകളുടെ എണ്ണം ഈസിക്കൽ ടു 1000 ഡിവൈഡഡ് ബൈ 10 ഈസിക്കൽ ടു 100 ഷെയർസ്. അലക്സ് ഈ ട്രേഡിൽ കൃത്യം 100 ഷെയർസ് വാങ്ങും. ഇനി സ്റ്റോക്ക് 190 രൂപയിലേക്ക് വീണാൽ അലക്സിന്റെ ലോസ് 100 × 10 1000 ആയിരിക്കും. കറക്റ്റ് ആയിട്ട് 1%. ഇനി വേറൊരു ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് ദൂരം 20 രൂപയാണെങ്കിൽ അലക്സ് 1000 ഡിവൈഡഡ് ബൈ 20 ഈസിക്കൽ ടു 50 ഷെയർസ് മാത്രമേ വാങ്ങുകയുള്ളൂ. അപ്പോഴും നഷ്ടം 1000 രൂപയിൽ തന്നെ ലിമിറ്റ് ചെയ്യാൻ കഴിയും. ഈ രീതിയുടെ ഏറ്റവും വലിയ ഗുണം ഓരോ ട്രേഡിലും നിങ്ങളുടെ മാക്സിമം ലോസ് എത്രയാണെന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ കഴിയും എന്നുള്ളതാണ്. ഇത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഒരു ട്രേഡ് നഷ്ടത്തിലായാലും അത് നിങ്ങളുടെ പ്ലാനിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ നിങ്ങൾ മെന്റലി അതിന് തയ്യാറായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു വെറും മാത്തമാറ്റിക്സ് അല്ലേ, സിമ്പിൾ അല്ലേ. എന്നാൽ റിയൽ ട്രേഡിംഗിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. കാരണം നമ്മുടെ ഇമോഷൻസ് ഒരു മെയിൻ വില്ലനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടുള്ള 5 or 6 ലോസുകൾ വരുന്നത് സാധാരണമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മിക്ക ആളുകളും പതറിപ്പോവും. അവരവരുടെ സിസ്റ്റത്തിൽ ഡൗട്ട് അടിച്ച് നിയമങ്ങൾ തെറ്റിച്ച് വലിയ റിസ്ക് എടുക്കാനോ അല്ലെങ്കിൽ ട്രേഡിംഗ് തന്നെ നിർത്താനോ ഒക്കെ ശ്രമിക്കും. എന്നാൽ ഒരു പ്രൊഫഷണലിന് അറിയാം അത് കളിയുടെ ഭാഗമാണെന്നും അടുത്ത 1-2 നല്ല ട്രേഡുകൾ കൊണ്ട് ഈ നഷ്ടങ്ങൾ റിക്കവർ ചെയ്യാൻ കഴിയുമെന്നും. അപ്പൊ അത്യാഗ്രഹവും ഭയവും നമ്മുടെ വില്ലനായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇമോഷൻസിനെ അതിജീവിച്ച് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാനിലും കണക്കുകളിലും ഉറച്ചു നിൽക്കുന്നതാണ് യഥാർത്ഥ ട്രേഡറുടെ ഏറ്റവും നല്ല ലക്ഷണം. നിങ്ങളുടെ സിസ്റ്റത്തെ വിശ്വസിക്കുക, കണക്കുകളെ വിശ്വസിക്കുക, അല്ലാതെ നിങ്ങളുടെ ഇമോഷൻസിനെ അല്ല. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ ചില ചിന്തകൾ നൽകി എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഇത് ട്രേഡിംഗിൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആവാനുള്ള ഒരു നല്ല ഇൻപുട്ടാണ്. പുതിയതായിട്ട് ട്രേഡിംഗ് തുടങ്ങിയവർക്കും അല്ലെങ്കിൽ ഒരുപാട് കാലം നഷ്ടമുണ്ടാക്കിയവർക്കും ഒക്കെ വീണ്ടും ഓപ്പൺ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വളരെ നല്ല ഇൻഫർമേഷൻ ആയിട്ട് ഇതിനെ ഞാൻ കാണുന്നു. നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഒരു പാഠമാകും. ട്രേഡിംഗിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. പകുതി ട്രേഡുകളും തോറ്റിട്ടും പ്രൊഫഷണലുകൾ പ്രോഫിറ്റ് കൊയ്യുന്നതിന് പിന്നിൽ പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ, കൃത്യമായിട്ടുള്ള പൊസിഷൻ സൈസിങ്, ഇമോഷണൽ കൺട്രോൾസ്. ഓർക്കുക, സക്സസ്ഫുൾ ട്രേഡിംഗ് എന്നത് എല്ലാ ട്രേഡിലും വിജയിക്കുക എന്നുള്ളതല്ല, മറിച്ച് ലോങ് ടൈമിൽ നിങ്ങളുടെ സിസ്റ്റം പ്രോഫിറ്റബിൾ ആണ് എന്ന് ഉറപ്പാക്കുന്നതിലാണ്. തോൽവികളെ കളിയുടെ ഭാഗമായി കാണുക, ലോസുകൾ സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുക. അപ്പോൾ പ്രോഫിറ്റ് താനെ നിങ്ങളെ തേടി വരും. ലോകമെമ്പാടുമുള്ള 80-85% റീറ്റെയിൽ ട്രേഡേഴ്സും നഷ്ടപ്പെടുത്തുന്നതിന്റെ കാരണം ഈ സിമ്പിൾ റൂൾസ് ഫോളോ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.